വെൽക്കം ടു എയ്സപ്പ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചാണ്. നമുക്കറിയാം, തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം സ്ഥാപിച്ച ഭരണാധികാരിയുടെ പേരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പൊ അതിന്റെ കാലഘട്ടം 1729 മുതൽ 1758 വരെ. എത്രയാണ് നമ്മൾ പറഞ്ഞത്? 1729 മുതൽ 1758 വരെ തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം ഭരിച്ച ഭരണാധികാരിയുടെ പേരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതേസമയം ആധുനിക അശോകൻ എന്നും തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യനെന്നും തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു. എങ്ങനെയൊക്കെ അറിയപ്പെടുന്നു എന്നാ പറഞ്ഞത്? തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ, ആധുനിക അശോകൻ, തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ, തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നിങ്ങനെ എല്ലാം അറിയപ്പെടുന്ന ആളാണ് ആര്? നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അദ്ദേഹത്തിന്റെ ഭരണ നയം അറിയപ്പെടുന്ന പേരാണ് ചോരയുടെയും ഇരുമ്പിന്റെയും നയം. അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയം ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിക്കാറുണ്ട്. ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്നാണ്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തൃപ്പടി ദാനം എന്ന് പറയുന്നത്. അതായത് ഒന്നാം തൃപ്പടി ദാനം നടത്തിയ ഭരണാധികാരി ആരാന്ന് ചോദിക്കാറുണ്ട്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. എന്ന് നടത്തി എന്ന് ചോദിക്കാറുണ്ട്. 1750 ജനുവരി 3 പറഞ്ഞു ഉറപ്പിച്ചു. അതായത് 1750 ജനുവരി 3 എന്താ തൃപ്പടിദാനം എന്ന് പറയുന്നത്? തന്റെ തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിനെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് എങ്ങനെ അറിയപ്പെടുന്നത്? തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിനെ ശ്രീ പത്മനാഭസ്വാമിക്ക്, അതായത് അവരുടെ ആരാധനാമൂർത്തിയായിട്ടുള്ള പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പടിദാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പൊ രണ്ടാളുകൾ തൃപ്പടിദാനം നടത്തിയിട്ടുണ്ട്. ഒന്നാം തൃപ്പടിദാനം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും, രണ്ടാം തൃപ്പടിദാനം നമ്മുടെ കാർത്തിക തിരുനാളാണ്, അടുത്ത ഭരണാധികാരിയാണ് നടത്തിയിട്ടുള്ളത്. ഇനി നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിത ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണിതു. 1000 കൽ മണ്ഡപം പണി കഴിപ്പിച്ചത് കാർത്തിക തിരുനാളാണ്. ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചതാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതേസമയം തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം 2 ചടങ്ങുകൾ ആരംഭിക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തില് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആരംഭിച്ച 2 ചടങ്ങുകളാണ് മുറജപം, ഭദ്രദീപം എന്ന് പറയുന്നത്. ഇതിൽ മുറജപം എന്ന് പറയുന്നത് 6 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ചടങ്ങിന്റെ പേരാണ് മുറജപം എന്ന് പറയുന്നത്. അതേസമയം ഭദ്രദീപം എന്ന് പറയുന്നത് 6 മാസം, അതായത് വർഷത്തിൽ 2 തവണ 6 മാസം കൂടുമ്പോൾ നടത്തുന്ന ചടങ്ങാണ് ഭദ്രദീപം. മുറജപത്തിന്റെ തന്നെ ചെറിയ ചടങ്ങാണ് ഭദ്രദീപം എന്ന് പറയുന്നത്. ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. ക്ഷേത്രം പുതുക്കി പണിതു. രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആരംഭിച്ച 2 ചടങ്ങുകളാണ് മുറജപം, ഭദ്രദീപം. മുറജപം എന്ന് പറയുന്നത് 6 വർഷം കൂടുമ്പോൾ നടത്തുന്നതാണെങ്കിൽ ഭദ്രദീപം എന്ന് പറയുന്നത് അതിന്റെ ചെറിയ ചടങ്ങാണ്. അത് 6 മാസം കൂടുമ്പോൾ നടത്തുന്ന ചടങ്ങാണ് ഭദ്രദീപം എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരത്തിലോട്ട് പോവുകയാണെങ്കിൽ മാർത്താണ്ഡവർമ്മ ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭരണ തലസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തത് പത്മനാഭപുരത്തിനെയായിരുന്നു. ഏതിനെയാണ്? പത്മനാഭപുരത്തിനെയാണ്. അദ്ദേഹത്തിന്റെ വ്യാപാര തലസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തത് മാവേലിക്കരയുമായിരുന്നു. ഏതാണ് വ്യാപാര തലസ്ഥാനം? മാവേലിക്കരയായിരുന്നു. നമുക്കറിയാം, രാജ്യത്തിന്റെ വിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അത് യുദ്ധങ്ങളിലൂടെ ആയിരിക്കാം, ലയനങ്ങളിലൂടെ ആയിരിക്കാം, ഉടമ്പടികളിലൂടെ ഒക്കെ അദ്ദേഹം പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച ഭരണാധികാരിയാണ്. അതേസമയം തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് കണ്ടെഴുത്ത് വിളംബരം പ്രസിദ്ധപ്പെടുത്തി. എന്താ കണ്ടെഴുത്ത് എന്ന് പറയുന്നത്? ഭൂസർവേ ആണ്. കണ്ടെഴുത്ത് എന്ന് പറയുന്ന വാക്ക് ഇന്നെന്താ അറിയപ്പെടുന്നത്? ഭൂസർവേ ആണ്. അപ്പൊ ഭൂസർവേ എന്ന് പറയുന്ന കണ്ടെഴുത്ത് വിളംബരം പ്രസിദ്ധപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പതിവ് കണക്ക്. എന്താ പതിവ് കണക്ക് എന്ന് പറയുന്നത്? ബജറ്റ് അറിയപ്പെടുന്ന, ഇന്നത്തെ ബജറ്റ് അന്ന് അറിയപ്പെട്ട, അദ്ദേഹത്തിന്റെ കാലഘട്ടം അറിയപ്പെട്ട പേരാണ് പതിവ് കണക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ ആരംഭിച്ചു. തിരുവിതാംകൂറിൽ ആദ്യമായി പതിവ് കണക്ക് അഥവാ ബജറ്റ് ആരംഭിച്ച ഭരണാധികാരിയാണ്. അതേസമയം വട്ടക്കോട്ട, കിഴക്കേക്കോട്ട,
പടിഞ്ഞാറേക്കോട്ട. ഏതൊക്കെ കോട്ടയാണ് ഞാൻ പറഞ്ഞത്? വട്ടക്കോട്ട, കിഴക്കേക്കോട്ട, പടിഞ്ഞാറക്കോട്ട എന്നിവ പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. നമുക്കറിയാം നമ്മുടെ കന്യാകുമാരിയിലുള്ള ഉദയഗിരി കോട്ട പുതുക്കിപ്പണിതു. ഏത് കോട്ടയെ പുതുക്കിപ്പണിതത്? കന്യാകുമാരിയിലുള്ള, ഇന്നത്തെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ ഉൾപ്പെടുന്ന ഉദയഗിരി കോട്ട പുതുക്കിപ്പണിതത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. കായംകുളം ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിൽ ഗജേന്ദ്ര മോക്ഷം ചുമർ ചിത്രം പണി കഴിപ്പിച്ചു. ഏത് ചിത്രമാണ് ചുമർ ചിത്രമാണ് പറഞ്ഞത്? ഗജേന്ദ്ര മോക്ഷം. കായംകുളം ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിൽ ഗജേന്ദ്ര മോക്ഷം ചുമർ ചിത്രം പണി കഴിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്ത് ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പൊന്മനയണ, പുത്തനണ എന്നീ അണക്കെട്ടുകൾ പണിതു. ഏതൊക്കെ അണക്കെട്ടുകളാണ്? പൊന്മനയണ, പുത്തനണ എന്നീ അണക്കെട്ടുകൾ പണിതു. ഇനി ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നൽകി വന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിലൊന്ന് ചെമ്പകരാമൻ പട്ടമാണ്. അതേസമയം രണ്ടാമത്തതെന്ന് പറയുന്നത് ഇരയിളിയാണ്. എന്താ ചെമ്പകരാമൻ പട്ടം? മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിലും ഭരണത്തിലൊക്കെ മികച്ച സേവനം കാഴ്ചവെക്കുന്നവർക്ക് നൽകി വന്നൊരു ബഹുമതി അറിയപ്പെടുന്ന പേരാണ് ചെമ്പകരാമൻ പട്ടം. എന്താ പറഞ്ഞത്? മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിലും ഭരണത്തിലും മികച്ച സേവനം കാഴ്ചവെക്കുന്നവർക്ക് നൽകി വന്ന ബഹുമതി അറിയപ്പെടുന്ന പേരാണ് ചെമ്പകരാമൻ പട്ടം. ഇരയിളി. സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന അത്രയും കാലം സൈനികർക്ക് നൽകി വന്ന നികുതി ഇളവ്, നികുതി ഇളവ് അങ്ങനെ വെച്ച് കണക്ട് ചെയ്യുക. അപ്പൊ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന നാൾ മുതൽ നൽകി വന്ന നികുതി ഇളവാണ് എങ്ങനെ അറിയപ്പെട്ടത്? ഇരയിളി എന്നറിയപ്പെടുന്നത്. ഇരയിളി അടിത്തൂൺ. സൈന്യത്തിൽ നിന്നും വിരമിച്ചവർക്ക് നൽകുന്ന പെൻഷനാണ് ഇരയിളി അടിത്തൂൺ എന്ന് പറയുന്നത്. ചെമ്പകരാമൻ പട്ടം, ഇരയിളി അടിത്തൂൺ. ചെമ്പകരാമൻ പട്ടം എന്താ? ഭരണത്തിലും സൈന്യത്തിലും മികച്ച സേവനം കാഴ്ചവെക്കുന്നവർക്ക് നൽകുന്ന ബഹുമതി അറിയപ്പെട്ട പേരാണ് ചെമ്പകരാമൻ പട്ടം. അതേസമയം ഇരയിളി എന്ന് പറയുന്നത് സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന അത്രയും കാലം സൈനികർക്ക് നൽകി വന്ന നികുതി ഇളവാണ്. ഇരയിളി അടിത്തൂൺ എന്ന് പറയുന്നത് സൈന്യത്തിൽ നിന്നും വിരമിച്ചവർക്ക് നൽകുന്ന പെൻഷൻ അറിയപ്പെട്ട പേരാണ് ഇരയിളി അടിത്തൂൺ എന്ന് പറയുന്നത്. ഇനി ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ചു. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെട്ട പേരാണ് ഹിരണ്യഗർഭം. അപ്പൊ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് എങ്ങനെ അറിയപ്പെട്ടു? ഹിരണ്യഗർഭം എന്നാണ്. അതിന് ഉപയോഗിക്കുന്ന പാലൊക്കെ ചേർത്തിട്ടുള്ള മിശ്രിതം അറിയപ്പെടുന്നതാണ് പഞ്ചഗവ്യം. എങ്ങനെ അറിയപ്പെട്ടു? പഞ്ചഗവ്യം. ഇനി പ്രാകൃത ശിക്ഷാരീതിയായിട്ടുള്ള ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചു. ഏത് കൈമുക്കാണ്? ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചു. പ്രാകൃത ശിക്ഷാരീതി, കുറ്റം ചെയ്തവർ അത് തെളിയിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിളച്ച നെയ്യിൽ കൈയിടുന്ന ഒരു പ്രാകൃത ശിക്ഷാരീതിയുടെ പേരാണ് ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറയുന്നത്. അത് ആരംഭിച്ചതും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മ തന്നെയാണ്. അതേസമയം രാജ്യത്തെ മണ്ഡപത്തം വാതുക്കലായും പക്കുതികളായിട്ടും തിരിച്ചു. രാജ്യത്തിന് ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് മണ്ഡപത്തം വാതുക്കലായിട്ടും പക്കുതികളായിട്ടും തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മണ്ഡപത്തം വാതുക്കലും പക്കുതികൾ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത്ര ആലോചിച്ച് വെക്കുക. പകുതികൾ എന്ന് പറയുന്നത് ഇന്നത്തെ വില്ലേജുകളാണ്. പകുതികൾ എന്ന് പറയുന്നത് എന്താ? വില്ലേജുകളാണ്. അതേസമയം പ്രവർത്തിക്കാരാണ് വില്ലേജ് ഓഫീസർ. പ്രവർത്തിക്കാരാണ് വില്ലേജ് ഓഫീസറാണ്. മണ്ഡപത്തം വാതുക്കലാണ് താലൂക്ക് എന്ന് പറയുന്നത്. മണ്ഡപത്തം വാതുക്കൽ എന്താ? താലൂക്കാണ്. അതേസമയം കാര്യക്കാർ എന്ന് പറയുന്നത് തഹസിൽദാറാണ്. ആരാണ് കാര്യക്കാർ എന്ന് പറയുന്നത്? തഹസിൽദാറാണ്. മുളക് മടി ശീലക്കാർ ധനമന്ത്രിമാരാണ്. അഞ്ചൽ തപാലാണ്, പോസ്റ്റൽ സമ്പ്രദായമാണ്. അഞ്ചലോട്ടക്കാരനാണ് പോസ്റ്റ്മാൻ എന്നറിയപ്പെട്ടത്. പക്കുതികൾ എന്നറിയപ്പെടുന്നത് വില്ലേജുകളാണ്. പ്രവർത്തിക്കാർ എന്നറിയപ്പെടുന്നത് വില്ലേജ് ഓഫീസറാണ്. മണ്ഡപത്തം വാതുക്കൽ എന്നറിയപ്പെടുന്നത് താലൂക്കാണ്. കാര്യക്കാർ എന്നറിയപ്പെടുന്നത് തഹസിൽദാറാണ്. മുളകുമടി ശീലക്കാരാണ് ധനമന്ത്രിമാര്. അഞ്ചൽ തപ്പാലാണ്. അഞ്ചലോട്ടക്കാരൻ പോസ്റ്റ്മാനാണ്. പതിവ് കണക്ക് ബജറ്റാണ്. കണ്ടെഴുത്ത് എന്ന് പറയുന്നത് എന്താ? അത് ഭൂസർവേ ആണ്. ഇനി ഇതെല്ലാം ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട പല പേരുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി 3 ഉടമ്പടികളാണ് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അതിലൊന്ന് 1723 വേണാട് ഉടമ്പടിയാണ്. നമുക്കറിയാം വേണാട് ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നത് മാർത്താണ്ഡവർമ്മയും ഇംഗ്ലീഷുകാരനായിട്ടുള്ള അലക്സാണ്ടർ റോമുമാണ്. ആരാണ്? ഇംഗ്ലീഷുകാരനായിട്ടുള്ള അലക്സാണ്ടർ റോമുമാണ്. നമുക്കറിയാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജാവുമായിട്ട് ഒപ്പുവെച്ച ആദ്യ ഉടമ്പടിയുടെ പേരാണ് വേണാട് ഉടമ്പടി. 1723 നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലാണ് ഈ ഉടമ്പടിയിൽ ആര് ഒപ്പുവയ്ക്കുന്നത്? മാർത്താണ്ഡവർമ്മ ഒപ്പുവയ്ക്കുന്നത്.
1742 മാനാർ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നത്. 1753 ഓഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടി. ഏത് വർഷമാണ് മാവേലിക്കര ഉടമ്പടി? 1753 ഓഗസ്റ്റ് 15. നമുക്കറിയാം ഡച്ചുകാരുടെ കേരളത്തിലെ, അന്ന് കേരളമൊന്നുമില്ല, തിരുവിതാംകൂറിന്റെ കാര്യമൊക്കെ നമ്മൾ പറയുന്നത്, ഡച്ചുകാരുടെ കേരളത്തിലെ പതനത്തിനിടയാക്കിയ ഉടമ്പടിയുടെ പേരാണ്, അവരുടെ ഇവിടുന്ന് വിട്ടുപോകാൻ കാരണമായിട്ടുള്ള ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പൊ മാവേലിക്കര ഉടമ്പടി ആരുമായിട്ടുണ്ടായതാണ്? ഡച്ചുകാരുമായിട്ടാണ്. വേണാട് ഉടമ്പടിയോ ഇംഗ്ലീഷുകാരുമായിട്ടാണ്. ഇതൊന്നും മാറരുത്. ഇനി 3 യുദ്ധങ്ങളാണ് പ്രധാനപ്പെട്ടത്. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. ആ യുദ്ധത്തിൽ ഡച്ചുകാർ പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്നു. ഡച്ച് പതനത്തിനിടയാക്കിയിട്ടുള്ള യുദ്ധത്തിന്റെ പേരാണ് കുളച്ചൽ യുദ്ധം. വർഷം ഏതായിരുന്നു? 1741 ഓഗസ്റ്റ് 10. അതേസമയം ഓർത്തു വെക്കണം, ഒരു പാശ്ചാത്യ ശക്തിയെ, ഒരു യൂറോപ്യൻ ശക്തിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ആദ്യ പ്രാദേശിക ഭരണാധികാരി എന്ന പ്രത്യേകത ആർക്കുണ്ട്? നമ്മുടെ മാർത്താണ്ഡവർമ്മയ്ക്കുണ്ട്. ഇനി 1746 പുറക്കാട് യുദ്ധം നടന്നിട്ടുള്ളത്. 1754 കൊച്ചി നാട്ടുരാജ്യവും തിരുവിതാംകൂർ നാട്ടുരാജ്യവും തമ്മിൽ നടന്ന യുദ്ധമാണ് ആനന്ദേശ്വര യുദ്ധം എന്നറിയപ്പെടുന്നത്. എങ്ങനെ അറിയപ്പെടുന്നു? അത് ആനന്ദേശ്വര യുദ്ധം. ഇനി നോക്കാം, തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച സ്ഥലങ്ങളാണ് പറയുന്നത്. 1730 ആറ്റിങ്ങൽ തിരുവിതാംകൂറിനോട് ചേർക്കുന്നു. 1746 അമ്പലപ്പുഴ തിരുവിതാംകൂറിന്റെ ഭാഗമായി. 1749 തെക്കങ്കൂർ തിരുവിതാംകൂറിനോട് ചേർത്തു. 30 ആറ്റിങ്ങൽ, 46 അമ്പലപ്പുഴ, 49 തെക്കങ്കൂറും ചേർക്കുന്നു. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ലയനങ്ങൾ പറഞ്ഞു, ലയിപ്പിച്ച, അതായത് ലയനങ്ങൾ പറഞ്ഞു, യുദ്ധങ്ങൾ പറഞ്ഞു, ഉടമ്പടികളും പറഞ്ഞു. ഇനി ഓർത്തു വെക്കണം, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് അവിടെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു പേരാണ് 8 വീട്ടിൽ പിള്ളമാരും 8 യോഗവും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യസമിതി, ഭരണസമിതി അറിയപ്പെടുന്ന പേരാണ് 8 യോഗം. ക്ഷേത്രത്തിന്റെയും ക്ഷേത്രം വക സ്വത്തുക്കളുടെയും ഭരണം 8 ഇല്ലത്തിൽ പോറ്റുമാർക്കും രാജാവും അടങ്ങുന്ന 8 യോഗത്തിനാണ്. ക്ഷേത്രം വക സ്വത്തുക്കൾ 8ആയി തിരിച്ച് അവിടുന്ന് കരം പിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഭരണം നടത്തുന്നതിനും കരം പിരിക്കുന്നതിന് വേണ്ടിയിട്ട് 8 നായർ മാടമ്പിമാരെയും ചുമതലപ്പെടുത്തി. ഇവർ 8 വീട്ടിൽ പിള്ളമാരെന്ന പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. അപ്പൊ നമ്മുടെ മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഈ കൂട്ടരെ അധികാരത്തിലേറിയ ഉടൻ തന്നെ മാർത്താണ്ഡവർമ്മ പിടികൂടുന്നു. അദ്ദേഹം അവരെല്ലാം തൂക്കിലേറ്റുകയും ചെയ്യുന്നു. അവരുടെ 8 തറവാടുകളും ഇടിച്ചു നിരത്തിട്ട് അവിടെ കുളങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നമുക്കറിയാം മലയാളത്തിൽ കുളം തോണ്ടുക എന്ന് പറയുന്ന ശൈലി മലയാളത്തിൽ പ്രചാരത്തിലേറുന്നത് ഈ ഒരു സംഭവത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ഓർത്തു വെക്കണം, ലയനങ്ങൾ ഓർത്തു വെക്കണം, കുളച്ചൽ യുദ്ധം ഓർത്തു വെക്കണം, ഉടമ്പടികൾ ഓർത്തു വെക്കണം. അതേസമയം ആ കാലഘട്ടത്ത് അറിയപ്പെട്ടിരുന്ന പകുതികൾ, പ്രവർത്തിക്കാർ, മണ്ഡപത്തം വാതുക്കൾ, കാര്യക്കാർ, മുളകുമടിശീലക്കാർ, അഞ്ചലോട്ടക്കാരൻ. പിന്നെ 3 കാര്യങ്ങള്: ചെമ്പകരാമൻ പെട്ടം, ഇരയിളി അടിത്തൂൺ, ഹിരണ്യഗർഭം ചടങ്ങ്, അതിനുപയോഗിക്കുന്ന പാലൊക്കെ ചേർത്തുള്ള മിശ്രിതം, പഞ്ചഗവ്യം, പ്രാകൃത ശിക്ഷാരീതിയുടെ പേര് ശുചീന്ദ്രൻ കൈമുക്ക് ആരംഭിക്കുന്നത്, ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി പൊന്മനയണ, പുത്തനണ അണക്കെട്ടുകൾ പണിതു, കായംകുളം ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിൽ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം പണികഴിപ്പിച്ചു, ഉദയഗിരി കോട്ട പണിതു, അതുപോലെ തന്നെ പതിവ് കണക്കാരംഭിച്ചു, കണ്ടെഴുത്ത് ആരംഭിച്ചു. രാജ്യത്തിന്റെ വിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച ഭരണാധികാരി. ഭരണ തലസ്ഥാനം പത്മനാഭപുരമാണെങ്കിൽ വ്യാപാര തലസ്ഥാനം മാവേലിക്കരയായിരുന്നു. മുറജപം, ഭദ്രദീപം ചടങ്ങുകൾ രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ആരംഭിച്ചു. അതേസമയം ഒറ്റക്കൽ മണ്ഡപം പണിയെഴുപ്പിച്ചു. 1-ാം തൃപ്പടിദാനം. ഭരണ നയം അറിയപ്പെടുന്ന പേരാണ് ചോരയുടെയും ഇരുമ്പിന്റെയും നയം. കാലഘട്ടമാണ് 1729 മുതൽ 58 വരെ. തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം ഭരിച്ച ഭരണാധികാരിയുടെ പേരാണ് അന്നിഴം തിരുനാൾ. അതായത് ആ നാട്ടുരാജ്യം സ്ഥാപിച്ച ഭരണാധികാരിയുടെ പേരാണ് അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പൊ കൂടുതൽ രാജാക്കന്മാരെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, തിരുവിതാംകൂർ രാജാക്കന്മാരെ. അപ്പം നമ്മുടെ എയ്സിൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ LP UP LDC ബാച്ചുകളിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക. താങ്ക്